ഹായ് നീറ്റ് ആസ്പിരൻസ്, എൻ്റെ പേര് ഡോക്ടർ അനീഷ്. 20 വർഷം ടീച്ചിങ് ഫീൽഡിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. സോ നമ്മൾ ഈ 1 മാർക്ക് ഡിസ്കഷൻ അല്ലെങ്കിൽ MCQ ഡിസ്കഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ലെസൺ ഫുള്ളാக പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പം നമുക്ക് ഈ 1 മാർക്ക് ഡിസ്കഷനിലൂടെ നമുക്കത് ഷോർട്ടാ റീകോൾ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഈ 1 മാർക്ക് എന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മൾ ബയോളജി എല്ലാവരും ഈസി എന്ന് പറയും. പക്ഷേ ഈസി എങ്കിൽ ക്വസ്റ്റ്യൻ്റെ അകത്തൊരു ട്വിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ആൻസർ 2 ഓപ്ഷൻസ് കറക്റ്റാ വരുന്നതുപോലെ കാണും. അപ്പോൾ ഇത് നമുക്ക് പ്രോപ്പർ സെലക്ട് ചെയ്യണം. എന്തൊക്കെയാണ് ട്വിസ്റ്റ്? ചില നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലത് 2 നെഗറ്റീവ് ആയിരിക്കും, അപ്പോൾ അത് പോസിറ്റീവ് വരും. സോ അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നീറ്റിൽ പോയിട്ട് ഈ തെറ്റുകൾ വരാതിരിക്കാനും നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും, ഇല്ലേ? സോ നോർമലി നമ്മൾ വിചാരിക്കുന്ന കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തിട്ട് വെളി വരുമ്പോൾ അത് നമുക്ക് തെറ്റാന്ന് മനസ്സിലാവും. കാരണം ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും ഒരിക്കലും പഠിക്കുമ്പോൾ ഒരിക്കലും വായിച്ചു നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ ഉള്ള തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. So, welcome everyone. Today we goes to discuss about excretory product and elimination എന്ന ലെസണിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. So, part of human kidney that has projections called calyx is dash. കിഡ്നിയുടെ ഒരു പാർട്ടിൽ പ്രൊജക്ഷൻസ് ഉണ്ട്, നമ്മൾ കാലിക്സ് എന്ന് പറയും. ആ കാലിക്സിന് ഇനി ഒരു പേര്. The part of the human kidney that have projections called calyxes is dash. That is we call as renal pelvis. Okay. ഹൈലം നമുക്കറിയാം. നമുക്ക് ജസ്റ്റ് കിഡ്നിയുടെ ഒരു ഷേപ്പ് ചുമ്മാ വരഞ്ഞാൽ നമുക്ക് ഇത് ഈസിയായി ഡിസ്കസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഐ ഡ്രോ കിഡ്നി ഒരു ഔട്ട്ലൈൻ. ഈ സ്ട്രക്ചർ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസിയാ. So the outer part is we called as cortex. Outer part നമ്മൾ cortex എന്ന് പറയും. Inner part is we called as total inner part is we called as medulla. Medulla is the inner part. Cortex is the outer part of the kidney. So renal capsule, the membrane which surround the kidney is we called as renal capsule. റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയാം, ഡബിൾ ലെയർ മെംബ്രെയിൻ എന്ന് പറയും. ദിസ് ഈസ് വി കോൾഡ് as റീനൽ പെൽവിസ്. നമ്മൾ റീനൽ പെൽവിസ് ഇത് വെളിയിലേക്ക് എക്സ്റ്റെൻഡ് ആവുന്നത് as യൂറിത്ര. സോ ഇത് ദിസ് പാർട്ട് ഈസ് വി കോൾഡ് as ഹൈലം. ഈ പാർട്ടിനാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. സോ ഹൈലം നമുക്കറിയാം, റീനൽ ക്യാപ്സ്യൂൾ എന്താണെന്നറിയാം, കോട്ടക്സ് എന്നറിയാം, റീനൽ പെൽവിക്. സോ ദ പാർട്ട് ഓഫ് ഹ്യൂമൻ കിഡ്നി ദാറ്റ് ഹാസ് പ്രൊജക്ഷൻ, ഇതാണ് പ്രൊജക്ഷൻസ്. ഓക്കെ, ദീസ് പ്രൊജക്ഷൻസ് ആർ കോൾഡ് കാലിക്സ്. നമ്മൾ കാലിക്സ് എന്ന് പറയും. കാലിക്സ് ആർ ഓഫ് 2 ടൈപ്പ്, മൈനർ കാലിക്സ് ആൻഡ് മേജർ കാലിക്സ്. ഇതിൽ വലുതും ചെറുതുമുണ്ട്. ചെറുതിന് നമ്മൾ മൈനർ കാലിക്സ് എന്ന് പറയും, വലുത് നമ്മൾ മേജർ കാലിക്സ് എന്ന് പറയും. അത് ടോട്ടലി വി കോൾഡ് as റീനൽ പെൽവിസ്. കോളം ഓഫ് ബർട്ട്നി ആർ പ്രസന്റ് ബിറ്റ്വീൻ. കോളം ഓഫ് ബർട്ട്നി നമുക്ക് എവിടെയാണ് കാണുന്നത്? ദ കോളം ഓഫ് ബർട്ട്നി ഈസ് പ്രസന്റ് ബിറ്റ്വീൻ ദ റീനൽ പിരമിഡ്സ്. അല്ലേ, നമുക്ക് റീനൽ കോട്ടക്സ് അറിയാം. കോട്ടക്സ് ഈസ് ദ ഔട്ടർ പാർട്ട് ഓഫ് ദ കിഡ്നി. Medulla is the inner part of the kidney, total inner part. Bowman's capsule is the anterior part of nephron. Nephron is the functional unit of kidney. Renal pyramid, നമ്മൾ പിരമിഡ് പാത്ത്, പിരമിഡ് നമ്മൾ കണ്ടു, അതാണ് കിഡ്നി. നമുക്കറിയാം യൂറിനറി ബ്ലാഡർ അറിയാം, അല്ലേ? കിഡ്നിയിൽ നിന്ന് വെളിയിൽ വരുന്ന യൂറിത്ര, അതുവഴി ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചർ. ആ ബാഗ് ലൈക്ക് സ്ട്രക്ചറാണ് നമ്മൾ യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്. ഗ്ലോമർലെസ് ഇൻ കിഡ്നി ഈസ് ഫോംഡ് ബൈ. കിഡ്നിയിലെ ഗ്ലോമർലെസ് ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം കൊണ്ടാണ്. അതിന് 2 പേരുണ്ട്. ഗ്ലോമർലെസ് അകത്തുള്ള ബ്ലഡ് വെസൽസ് ആണ്. ദേ ആർ വി കോൾഡ് as അഫറന്റ് ആർട്ടറിയോൾസ് ആൻഡ് എഫറന്റ് ആർട്ടറിയോൾസ്. അല്ലേ, നമുക്ക് പിന്നെ അഫറന്റ് ആൻഡ് എഫറന്റ് ആർട്ടറിയോൾസ് എന്ന് പറയാം. ഓക്കെ, സോ വി കോൾഡ് as അഫറന്റ് റീനൽ ആർട്ടറിയോൾസ്. ദേ ആർ ടോട്ടലി വി കോൾഡ് as അഫറന്റ് റീനൽ ആർട്ടറിയോൾസ്. അല്ലേ, ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റീനൽ ആർട്ടറി ആൻഡ് റീനൽ വെയിൻ. റീനൽ ആർട്ടറി, റീനൽ വെയിൻ എന്ന കോൺസെപ്റ്റ് അതിൻ്റെ അകത്ത് വരുന്നില്ല. കാരണം കിഡ്നിയുടെ അകത്തൊക്കെ ബ്ലഡ് കൊണ്ടുവരുന്നു, അത് ഡിയോക്സിനേറ്റ് അല്ല ചെയ്യുന്നത്, അതിലെ വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്താണ് വെളിയിൽ വരുന്നത്. അഫറന്റ് ആർട്ടറി ആൻഡ് റീനൽ വീന്യൂൾസ്
ഇല്ല. എഫറന്റ് ആർട്ടറിയോൾസ് ആൻഡ് റീനൽ പോർട്ടൽ സിസ്റ്റം ഇല്ല. ഓക്കെ. സോ ഗ്ലോമർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോമാൻസ് ക്യാപ്സുൾ എന്ന് പറഞ്ഞാൽ ഈ ബോ ലൈക്ക് സ്ട്രക്ചർ, ഇതൊരു ബോ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കുന്നതാണ് ബോമാൻസ് ക്യാപ്സുൾ എന്ന് പറയുന്നത്. ദിസ് എ ബോമാൻസ് ക്യാപ്സുൾ ഇസ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ നെഫ്രോൺ. അതിൻ്റെ അകത്ത് പറഞ്ഞ ബ്ലഡ് വെസൽസ്, അതിൻ്റെ അകത്ത് പറഞ്ഞ സ്മോൾ ബ്ലഡ് വെസൽസ്, ദേ ആർ ബി കോൾഡ് as ഗ്ലോമർലെസ്. ക്ലിയർ? മിഡിലറി നെഫ്രോൺസിന് വിത്തൗട്ട് ഹെൻലി ലൂപ്പ്, വിത്തൗട്ട് വാസ റെക്ട, with long Henle's loop, with less blood supply. So the nephrons are divided into two. They are known as cortical nephrons and middle nephron. Cortical nephrons നോക്കി കഴിഞ്ഞാൽ Henle's loop absent or very less ആയിരിക്കും. Then വാസ റെക്ടയും കാണില്ല. ബട്ട് മിഡിലർ നെഫ്രോണ് എന്ത് കാണും? ലോങ് Henle's loop കാണും. So with long Henle's loop, without Henle loops, without vasa recta, they are called as cortical nephron. They are called as cortical nephron. They are present in the cortex area. The major part is present in the cortex area. Cortex is the outer part. Cortex area matram കാണുന്ന cortical nephron. Middle nephron means they are enter into medulla, so they have a long Henle's loop. The glomerular capillary blood pressure causes filtration of blood through how many layers? The glomerular capillaries blood pressure causes filtration of blood through how many layers? നമുക്കറിയാം ബോമാൻസ് ക്യാപ്സുൾ ഉണ്ട്, ദെൻ ബ്ലഡ് വെസൽസ് ഉണ്ട്, 2 ലെയർ ഉണ്ട്, ഒരു ബേസ്മെന്റ് മെമ്പറൈൻ ഉണ്ട്. സോ മൊത്തം 3 ലെയർ. ഓക്കെ. ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ബോമാൻസ് ക്യാപ്സുളിൻ്റെ ഒരു ലെയർ ഉണ്ട്, ബ്ലഡ് വെസൽസിൻ്റെ ഒരു ലെയർ ഉണ്ട്, ഇതിന് സപ്പോർട്ടിങ് ഒരു ലെയർ ഉണ്ട്. സോ 3 layers. Which of the following occur in the epithelium of Bowman's capsule? Bowman's capsule എപ്പിത്തീലിയത്തിൽ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന 7 സെൽസ് ആണുള്ളത്. നെഫ്രോസൈറ്റ്സ്. ടോട്ടലി നെഫ്രോൺ ഈസ് വി കോൾഡ് നെഫ്രോസൈറ്റ്സ്. പോഡോസൈറ്റ്സ് ഇല്ലേ? പോഡോസൈറ്റ്സ് സെൽസ് ഉണ്ട്. ന്യൂറൽ സെൽസ്, അത് ബ്രെയിനിൽ നെർവസ് സെൽസ്. പ്രോട്ടോനെഫ്രീരിയ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കിഡ്നി. So podocytes is the correct answer. Podocytes are present in the Bowman's capsule, which help the filtration of materials. Materials that are not filtered in Bowman's capsule. Bowman's capsule വഴി ഫിൽട്ടർ ആവാത്ത മെറ്റീരിയൽ ഏതാണ്? സിമ്പിൾ ഷുഗർ, വാട്ടർ, അമിനോ ആസിഡ്, പ്രോട്ടീൻ. അല്ലെ നമുക്കറിയാം പ്രോട്ടീൻ ആണ് ഫിൽട്ടർ ആവാറ് അല്ലേ? പ്രോട്ടീൻ ലാർജ് സൈസ് ആയിരുന്നു, അത് ഫിൽട്ടർ ആയി ഇപ്പോഴത്തെ വരില്ല. പോഡോസൈറ്റ്സ് എന്ന് പറഞ്ഞ ചെറിയ സെൽസ് ഉണ്ട്, അതുവഴി അതിന് വരാൻ പറ്റില്ല. On the activation of JD cells secrete renin. Okay. Then erythropoietin help for the formation of RBC. Carbonic anhydrase അത് ഒരു എൻസൈം എവിടെയുള്ളത്? ബ്ലഡിലുള്ളതാണ്. റെനിൻ അതൊരു എൻസൈം, or it acts as a hormones എന്ന് പറയാം. ഇത് നമുക്ക് ബ്ലഡ് പ്രഷർ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻജിയോടെൻസിൻ അത് നമുക്ക് ബ്ലഡ് പ്രഷറിന് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ദ ആൻസർ ഈസ് റെനിൻ. JD cells are get activated when there is JD cells എപ്പോൾ ആക്ടിവേറ്റ് ആവും? When there is a fall in glomerular filtration. Glomerular filtration means നമ്മൾ നെഫ്രോണിൽ നിന്ന് വെളിയിൽ വരണം, അല്ലെങ്കിൽ കളക്ടിംഗ് ഡക്ടറിൻ്റെ റീനൽ പെൽവിസിൽ വെളിയിൽ വരണ ഫിൽട്രേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്ലോമറുലർ ഫിൽട്രേറ്റ്. നമുക്കിങ്ങനെ പറയാം അല്ലേ? ബോമാൻസ് ക്യാപ്സുൽ ഇസ് ദേ. ദിസ് ഈസ് ബോമാൻസ് ക്യാപ്സുൽ. ഇതൊരു ബോ മാതിരി ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോമാൻസ് ക്യാപ്സുൽ പ്ലസ് ദിസ് ബ്ലഡ് വെസൽസ്. ഇതിൻ്റെ അകത്ത് അപ്പറൻറ്റ് ബ്ലഡ് വെസൽസ് ഉണ്ട്. ഓക്കെ. ഇൻ ദ ബ്ലഡ് വെസൽസ് ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മൾ മാൽപീജിയൻ ബോഡി എന്ന് പറയാം. ഓക്കെ. സോ ഇതിൽ നിന്ന്, അതായത് ബ്ലഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതുവഴി ബ്ലഡ് പോകുന്ന, ഇതുവഴി വെളിയിൽ പോകണം ബ്ലഡ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഫിൽട്രേഷൻ, ദാറ്റ് ഫിൽട്രേഷൻ ഈസ് നോൺ ആസ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ. ഗ്ലോമറുലസ് എന്ന് വെളിയിൽ പറഞ്ഞ ഫിൽട്രേഷൻ ഈസ് നോൺ ആസ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ. ഇൻ ദ ഗ്ലോമറുലർ ഫിൽട്രേഷന് ഇങ്ങനെ ഇരിക്കുന്ന സെൽസ്, അതായത് ജസ്ട്രാ ഗ്ലോമറുലർ സെൽസിനെ എപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ഫിൽട്രേറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ബ്ലഡിന്റെ പ്രഷർ കുറയുന്നു, അല്ലെങ്കിൽ ബ്ലഡിന്റെ കമ്പണൻസ് കുറയുന്നു അല്ലേ? അപ്പോൾ ബ്ലഡ് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം? വാസോ കൺസ്ട്രക്ഷൻ, ബ്ലഡ് വെസൽസ് ചുരുങ്ങണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? JD cells. So it increase the blood pressure increase ചെയ്തൊക്കെ ആര് ഹെൽപ്പ് ചെയ്യും? റെനിൻ. The ascending limb of loop of Henle is ascending limb. അതായത് നമ്മൾ ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് യു ഷേപ്പ് ട്യൂബ് അല്ലേ? അതൊരു യു ഷേപ്പ് ട്യൂബ്. ഇതിൽ അസെൻഡിങ് ലിംബ് ഉണ്ട്, ഡിസെൻഡിങ് ലിംബ്. താഴോട്ട് പറഞ്ഞാൽ നമ്മൾ ഡിസെൻഡിങ് ലിംബ് എന്ന് പറയും. ഡിസെൻഡിങ് ലിംബ്, ഇത് അസെൻഡിങ് ലിംബ് അല്ലേ?
ഇൻ ദ ഡിസെൻഡിങ് ലിംബിൽ നമ്മൾ എന്താ അബ്സോർവ് ചെയ്യുന്ന കഴിഞ്ഞാൽ വാട്ടർ അബ്സോർവ് ചെയ്യും. അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? ഹൈപ്പർടോണിക് ആയിരിക്കും. അസെൻഡിങ് ലിംബിൽ നമ്മൾ അയോൺസ് അബ്സോർവ് ചെയ്യും. അപ്പം ഇതിങ്ങനെ വരുമ്പോൾ എന്തായി മാറും? ഹൈപ്പോട്ടോണിക് മാറും. ഹൈപ്പോട്ടോണിക്. അപ്പോൾ നമുക്കറിയാം അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലീസ് പെർമിയബിൾ വാട്ടർ ബട്ട് നോട്ട് ഇലക്ട്രോലൈറ്റ്, പെർമിയബിൾ ബോത്ത് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്, പെർമിയബിൾ ഇലക്ട്രോലൈറ്റ് ബട്ട് നോട്ട് ഫോർ വാട്ടർ, പെർമിയബിൾ ബോത്ത് ഇലക്ട്രോലൈറ്റ് ആൻഡ് വാട്ടർ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? അയോൺസ്. അയോൺസ് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ്. സോ ഇറ്റ് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ് ബട്ട് നോട്ട് ഫോർ വാട്ടർ. വാട്ടർ എന്ന ഡിസെൻഡിങ് ലിംബ്. കറക്റ്റാണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാന്ന് കഴിഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ ഹൈപ്പർടോണിക്. ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് ഐസോട്ടോണിക്, മൂന്നിന്റെ ഡിഫറൻസ് അറിയാം. ഐസോട്ടോണിക് മീൻസ് ഇതില് സോൾവെന്റ്, സോൾവെന്റ് എന്ന് പറയുന്ന വാട്ടർ പ്ലസ് അയോൺസ്, ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. അയോൺസ് അത് എന്തായിരിക്കും? എല്ലാം ഈക്വൽ ആയിരിക്കും. ഹൈപ്പോട്ടോണിക്കില് വാട്ടർ കൂടുതലായിരിക്കും, H2O കൂടുതലായിരിക്കും, അയോൺസ് കുറവായിരിക്കും. എക്സാമ്പിൾ ഫ്രഷ് വാട്ടർ. സിമ്പിളാ. ഹൈപ്പർടോണിക്കില് എന്തായിരിക്കും? ഇതിനോ ഹൈപ്പോയ്ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം വാട്ടർ കുറവായിരിക്കും, വാട്ടർ ഡിക്രീസ്, അയോൺസ് കൂടുതലായിരിക്കും. സിമ്പിൾ എക്സാമ്പിൾ സീ വാട്ടർ. ക്ലിയർ? The concentration of filtration will dash as it move down descending limb of loop of Henle. നമുക്ക് ലൂപ്പ് ഓഫ് ഹെൻലീസ് ലൂപ്പ് അറിയാം. ഇറ്റ് ഈസ് എ യു ഷേപ്പ് ട്യൂബ്. യു ഷേപ്പ് ട്യൂബില് ഇതെന്താണ്? ഡിസെൻഡിങ് ഡി, ഇത് അസെൻഡിങ് എ അല്ലേ. സോ ഡിസെൻഡിങ് ലിംബിൽ വരുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ് വിൽ ഇൻക്രീസ് അല്ലേ, നമുക്ക് ഇൻക്രീസ് ആവും. എന്താണ്? വാട്ടറിൽ നിന്ന് വെളിയിൽ വരും, വാട്ടർ വെളിയിൽ വരുമ്പോൾ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവും. From this part, urea can be reabsorbed into interstitium to maintain osmolality of that region. ആ റീജിയനിൽ ഓസ്മോളാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഇടത്തിൽ യൂറിയ എന്ത് ചെയ്യുന്നു? റീഅബ്സോർവ് ചെയ്യുന്നു. യൂറിയ എവിടെയാണ് റീഅബ്സോർവ് ചെയ്യപ്പെടുന്നത്? യൂറിയ ഇസ് റീഅബ്സോർവ് ഇൻ ദ കളക്ടിംഗ് ഡക്ട്. അതായത് നമുക്ക് പാർട്സ് അറിയണം അല്ലേ. വി വാണ്ട് ടു നോ അബൌട്ട് ദ പാർട്സ്. ദിസ് ഈസ് വി കോൾഡ് ബോമാൻസ് ക്യാപ്സൂൾ. അതിൻ്റെ അകത്ത് ബ്ലഡ് വെസൽ ഉണ്ട്, ഗ്ലോമർലസ്, ടോട്ടലി വി കോൾഡ് സ്മാൾ പിജൻ ബോഡി. ഇതിൽ നിന്ന് ഈ ട്യൂബ് എക്സ്റ്റെൻഡ് ആയി വരുന്ന ദിസ് ഈസ് വി കോൾഡ് പ്രോക്സിമൽ കൺവല്യൂട്ട് ട്യൂബിൽ എന്ത് ചെയ്യും? ഒരു ഹെൻലീസ് ലൂപ്പ്. അത് കഴിഞ്ഞിട്ട് തിരുപ്പി ട്യൂബ് ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. then it go reach a duct known as collecting duct. സോ ഈ കളക്ടിംഗ് ഡക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? കളക്ടിംഗ് ഡക്റ്റിൽ ഇതേപോലെ നമ്പർ ഓഫ് നെഫ്രോൺസ് വന്ന് കണക്ട് ആവും. ദറ്റ് ഈസ് ഈക്വൽ ടു കളക്ടിംഗ് ഡക്ട്. സോ അവിടെയാണ് യൂറിയ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, പ്രോക്സിമൽ കൺവല്യൂട്ട് ട്യൂബിൾ, ഹെൻലീസ് ലൂപ്പ്, ഡിസ്റ്റൽ കൺവല്യൂട്ട് ട്യൂബിൾ, ഡിസ്റ്റൽ കൺവല്യൂട്ട് DTC, then ഇത് കളക്ടിംഗ് ഡക്ട് CD. Counter mechanism observed in renal medulla helps in the formation of concentrated urine, dilute urine, reabsorb nutrition, reabsorb creatine. Concentrated urine is the correct answer. So what is counter current? Counter current എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത് ലൂപ്പ് ഓഫ് ഹെൻലീസ് ലൂപ്പ് അല്ലേ. ഇപ്പൊ ഹെൻലീസ് ലൂപ്പിൽ ഇങ്ങനെയാണ് പാസ് ആവുന്നത്. ഏത് ഗ്ലോമൽ ഫിൽട്രേറ്റ് ഈ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്നത്. ഇതിനെ സറൗണ്ട് ചെയ്ത് ഒരു ബ്ലഡ് വെസൽ ഉണ്ട്. ഇതിനെ സറൗണ്ട് ചെയ്ത് ആരുണ്ട്? ഒരു ബ്ലഡ് വെസൽ ഉണ്ട്. ഈ ബ്ലഡ് വെസലാണ് നമ്മൾ പറയുന്നത് വാസ റെക്ട. ഇവിടെ ബ്ലഡ് ഈ ഡയറക്ഷനിൽ മൂവ് ആവും. ബ്ലഡ് ഈ ഡയറക്ഷനിൽ മൂവ് ആവും. അതായത് നമ്മൾ ഗ്ലോമൽ ഫിൽട്രേറ്റ് ആ ഡയറക്ഷനിൽ മൂവ് ആവണം, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ആവും. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ആവണതാണ് നമ്മൾ കൗണ്ടർ എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വെളിയിൽ വരുന്ന അയോൺസ്, ഇലക്ട്രോലൈറ്റ്സ്, വാട്ടർ ഇതെല്ലാം റീഅബ്സോർബ് ചെയ്യും ആ ഒരു വാസ റെക്ട. സോ അപ്പം ഇതിന്റെ അകത്തുള്ള ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടും. ദറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ സെക്രീറ്റ് ആവും ബൈ ദ presence of counter current. Counter current എന്ന് വേറെ ഒന്നുമല്ല. Hormone released by hypothalamus which is related with the function of kidney. കിഡ്നിയുടെ ഫംഗ്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺസ് നമ്മൾ ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. That is equal to vasopressin. Vasopressin is otherwise known as ADH, anti-diuretic hormone. It is otherwise known as ADH. നമ്മൾ പഠിച്ചു എവിടെ? കിഡ്നിയിൽ JD സെൽസ് പ്രൊഡ്യൂസ് ആവുന്നു. ANF, അത്
ഏട്രിയൽ നെക്രോട്ടിക് ഫാക്ടർ അത് എവിടെ നിന്ന് ഹാർട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്നു അല്ലേ. സോ കറക്റ്റ് ആൻസർ ഈസ് വാസോപ്രസർ. സോ ADH is a vasoconstrictor ഇല്ല, vasodilator ഇല്ല, activating adrenal medulla, decreasing glomerular filtrate. glomerular filtrate decrease ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. What is the function of ADH? ADH is a vasoconstrictor, correct. Vasodilator, no. Activating adrenal medulla activate ചെയ്യോ ഇല്ല. Decreasing glomerular filtrate ഇല്ല. It is act as a vasoconstrictor. It constricts the blood vessel. Atrial nephrotic factor ANF. ANF എന്ത് ചെയ്യുന്നുണ്ട്? ANF cause vasodilation. ANF cause vasodilation, increasing blood pressure, decreasing glomerular filtrate, activate renin. It causes vasodilation. Vasodilation ആണ് blood pressure കൂടുമ്പോഴാണ് ANF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് vasodilation means blood vessel dilate ആവും pressure ഓട്ടോമാറ്റിക്കാ കുറയും, കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ഡിക്രീസിങ് ബ്ലഡ് പ്രഷർ, ബ്ലഡ് പ്രഷർ ഡിക്രീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂറിൻ ഓഫ് ഡയബറ്റീസ് മെൽറ്റസ് പേഷ്യന്റ് കൺസിസ്റ്റ് ഓഫ്. ഡയബറ്റീസ് മെൽറ്റസ് രോഗമുള്ള പേഷ്യന്റ് യൂറിനിൽ നോ ഗ്ലൂക്കോസ് കാണും, കീറ്റോൺ ബോഡീസ് കാണും, ബോത്ത് 2 and 3 ഇല്ല, ഗ്ലൂക്കോസും ഉണ്ട്, കീറ്റോൺ ബോഡീസ് ഉണ്ടാവും. സോ ബോത്ത് 2 and 3. Hemodialysis help for the patient who are suffering from diabetes insipidus ഇല്ല. യൂറീമിയ എന്താണ്? വേസ്റ്റ് ഡിപ്പോസിറ്റ് or യൂറിയ ഡിപ്പോസിറ്റ് ഇൻ ദ ബ്ലഡ്. സോ ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ. യൂറിയ അധികമായി ബ്ലഡിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്ത് അതിനെ റിമൂവ് ചെയ്യും. റിയൽ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ കിഡ്നി സ്റ്റോൺ അല്ല, ഡയബറ്റീസ് മെൽറ്റസ് അല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് യൂറീമിയ. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ ADH ഡെഫിഷ്യൻസി വരുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓർ ഡിക്രീസിംഗ് ഓഫ് ആബ്സെൻസ് ഓഫ് ADH. Diabetes mellitus or decreasing of insulin. ഇത് kidney stone. So the correct answer is uremia. Formation of insoluble mass of crystalline salt in kidney. കിഡ്നിയിൽ നമുക്ക് insoluble mass of crystalline salt produce ചെയ്യും. That condition is known as glomerular nephritis. Nephritis means means diseases. അതായത് നെഫ്രോൺ ഡിസീസ് കാസ് ചെയ്യുന്നത്. യൂറീമിയ മീൻസ് നമുക്ക് പോണ ക്വസ്റ്റ്യനുകൾ പഠിച്ചു. ഡിപ്പോസിറ്റ് ഓഫ് എന്താണ്? യൂറിയ ഇൻ ദ ബ്ലഡ്. റീനൽ കാൽക്കുലസ് മീൻസ് സ്റ്റോൺ ഫോർമേഷൻ, ക്രിസ്റ്റലൈൻ സാൾട്ട് അല്ലെ, സ്റ്റോൺ ഫോം ആണ്. ഇത് കറക്റ്റ് ആൻസർ. റീനൽ ഫെയിലിയർ മീൻസ് കിഡ്നി എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. കറക്റ്റ് ആൻസർ ഈസ് റീനൽ കാൽക്കുലസ്. Dialling fluid consists of all the constituents in the plasma expelled. പ്ലാസ്മയിലുള്ള എല്ലാം കാണും, ഏത് കാണൂല? വാട്ടർ ഉണ്ടാവും, അമിനോ ആസിഡ് ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, നൈട്രോജനസ് ബേസ്ഡ് ഇല്ല. സോ ദ ആൻസർ ഈസ് നൈട്രോജനസ് ബേസ്ഡ്. Vasa recta consists of blood capillaries running parallel to loop of Henle. ഞാൻ നേരത്തെ വരച്ച് കാണിച്ചു അല്ലേ, ഹെൻലീസ് ലൂപ്പിലാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അതിൽ ഫ്ലോ ചെയ്യുന്നത്. Study the following statement. Glucose is a high threshold substance, correct. Urine is concentrated in Henle's loop. Hemodialysis remove urea, uric acid, glucose and water. No. Plasmodiums are filtered out by dialysis. No. So idellam correct. Glucose is high threshold substance, correct. Urine is concentrated in Henle's loop, correct. 1 and 2 is correct. So third option. The condition of accumulation of urea in blood is termed as. ബ്ലഡിൽ യൂറിയ അക്യുമുലേറ്റ് ആയിരുന്ന കണ്ടീഷൻ നമ്മൾ നേരത്തെ പഠിച്ചത് യൂറീമിയ. റിയൽ കാൽക്കുലസ് മീൻസ് കിഡ്നി സ്റ്റോൺ, നെഫ്രിറ്റിസ് മീൻസ് ഇൻഫെക്ഷൻ ഇൻ ദ കിഡ്നി, then uremia means deposit of urea. Ketonuria means ketone increase in the urine. All osmoconformers ഇതിലെ ഒരു ഫ്രഷ് വാട്ടർ, ടെറസ്ട്രിയൽ, മറൈൻ, എയർ. It is a marine. All osmoconformers are marine. The pH of urine is approximately, നമ്മുടെ pH എന്താണ്? Neutral ആണ് 7, so the pH is 6, lightly acidic. Our urine pH is 6, that is lightly acidic. 7 is neutral, above the 7 means alkaline, below the 7 means acidic. Filtration of blood take place. Blood ന്റെ filtration എവിടെ നടക്കുന്നു? Filtration
proximal calvary tubule, distal calvary tubule, Malpighian body, correct. നമ്മൾ ആൾറെഡി പറഞ്ഞില്ലേ ബോമാൻസ് ക്യാപ്സ്യൂൾ പ്ലസ് ഗ്ലോമറുലസ് ഈസ് നോൺ ആസ് Malpighian body. അവിടെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. സോ Malpighian body. Malpighian body means it consists of Bowman's capsule and glomerulus. Effective filtration pressure in uriniferous tubule is നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ കറക്റ്റ് ആയി വേണ്ടി വരുന്ന പ്രഷർ ദാറ്റ് ഈസ് വി കോൾഡ് ആസ് 10 mmHg. ഇതാണ് ലാസ്റ്റ് വരുന്നത്. ഇൻ കിഡ്നി അൾട്രാ ഫിൽട്രേഷൻ ഒക്കെ ഡ്യൂ ടു കിഡ്നിയിൽ അൾട്രാ ഫിൽട്രേഷന് നടക്കുന്നത് എങ്ങനെയാണ്? ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ, ഗ്ലോമറൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഡിയോക്സിനൽ ബ്ലഡ്, എക്സോസൈറ്റോസിസ്. ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, അതുകൊണ്ടാണ് ഗ്ലോമറസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഗ്ലോമറൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കറക്റ്റ് ആൻസർ. Deoxynic blood no, exocytosis no. So glomerular hydrostatic pressure. Ultrafiltration is take place. In Bowman's capsule, afferent arterioles is narrow, whereas efferent arterioles is wider. Afferent artery is wider, whereas efferent artery is narrow. Afferent artery is wider, efferent artery is narrow. Afferent capillary is narrow, efferent capillary is narrow. Afferent capillary wider ആയിരിക്കും, efferent capillary is narrow ആയിരിക്കും. Okay. So afferent arterioles is wider. Afferent arterioles wider, efferent arterioles is narrow. So second option is correct. Okay. So afferent arterioles are afferent arterioles is wider, not capillaries. Capillaries എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ചെറിയ ബ്ലഡ് വെസൽ ആണ് capillaries. വെളിയിൽ നിന്ന് അകത്തേക്ക് കൊണ്ടുപോകുന്നത് afferent arterioles, അത് വൈഡർ ആയിരിക്കും, വലുതായിരിക്കും. വെളിയിലേക്ക് തിരിച്ച് ബ്ലഡ് കൊണ്ടുവരുന്നതാണ് efferent arterioles, അത് ചെറുതായിരിക്കും. ഇത് ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ അഫറന്റ് ആർട്ടറിയോട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ബോമാൻസ് ക്യാപ്സൂൾ ഉണ്ട്. ഇപ്പം നമ്മൾ ഓരോ ഡയഗ്രാമിൽ നോക്കുമ്പോഴും അഫറന്റ് മാറും. ചിലർ അഫറന്റ് ഇങ്ങനെ ഇവിടെ നിന്ന് വരുന്നത് പോലെ കാണിച്ചിരിക്കും. ഇത് എഫറന്റ് ഇങ്ങനെ കാണിച്ചിരിക്കും. അപ്പോൾ എഫറന്റ് അതിനേക്കാളും ചെറുതായിരിക്കും. ചിലർ തിരിച്ചും കാണിക്കും. അത് ഭയങ്കര പറയുന്ന ബേസ് ചെയ്തിരിക്കും. അപ്പോൾ അകത്തേക്ക് ബ്ലഡ് പോകുന്നത് വൈഡർ ആയിരിക്കും, പുറത്തേക്ക് ബ്ലഡ് വരുന്നത് നാരോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പ്രഷർ കൂടുന്നത് അവിടെ. Dialysis unit, there is artificial kidney containing fluid which is almost same as the plasma except നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇതിൽ എന്താണ് ഇല്ലാത്തത്? നോ യൂറിയ, യൂറിയ ഇല്ല. ലെക്സ് ടോക്സിക് ഫോം ഓഫ് എക്സ്ക്രീറ്റ് പ്രോഡക്റ്റ്. എക്സ്ക്രീറ്റ് പ്രോഡക്റ്റിൽ ടോക്സിറ്റി കുറവുള്ളത് ഏതാണ്? അതെ, എക്സ്ക്രീറ്റ് പ്രോഡക്റ്റിൽ ടോക്സിറ്റി കുറവുള്ളത് ഏതാണ്? അമോണിയ ഈസ് ഹൈലി ടോക്സിക് അല്ലേ. അടുത്ത ടോക്സിക് ആണ് യൂറിയ. അതിനും കുറച്ച് ടോക്സിക് ഉള്ളതാണ് ആര്? യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ഈസ് ദ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. യൂറിൻ ബിക്കം മോർ ആൻഡ് മോർ കോൺസെൻട്രേറ്റഡ് ആറ്റ് പാസ് ത്രൂ. യൂറിന്റെ കോൺസെൻട്രേഷൻ കൂടും എവിടെ പാസ് ചെയ്യുമ്പോൾ? അത് ഇറ്റ് പാസ് ഇൻ ദ ഹെൻലീസ് ലൂപ്പ്. എന്ത് ഹെൻലീസ് ലൂപ്പ്? ഡിസെൻഡിങ് ലിംബ് ഓഫ് ദ ഹെൻലീസ് ലൂപ്പ് അല്ലേ. നമ്മൾ പറഞ്ഞു താഴോട്ട് പോകുന്ന ഡിസെൻഡിങ് അല്ലെങ്കിൽ വാട്ടറിൽ അബ്സോർവ് ചെയ്യും. അപ്പോൾ അത് ഹൈപ്പർടോണിക്കാ മാറും, മുകളിലോട്ട് പോകുമ്പോൾ ഹൈപ്പോട്ടോണിക്കാ മാറും എന്ന് ഞാൻ പറഞ്ഞു. A large quantity of following is removed from the blood at lungs. ഓക്കെ, ബ്ലഡിൽ നിന്ന് ഒരുപാട് ലങ്സിൽ റിമൂവ് ചെയ്യുന്നുണ്ട്. ഏതാണ് റിമൂവ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. സോ ദ ആൻസർ ഈസ് കറക്റ്റ്, ബോത്ത് 1 and 2. സോ ബ്ലഡിൽ നിന്ന് ലാർജ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും എവിടെ റിമൂവ് ആവുന്നുണ്ട്? ലങ്സിൽ റിമൂവ് ആവുന്നുണ്ട്. നോട്ട് എ ഫീച്ചർ ഓഫ് മെറൈൻ ബോഡി ഫിഷ്. മെറൈൻ ബോണി ഫിഷിന്റെ ഫീച്ചർ അല്ലാത്തത്. നോട്ട് എ ഫീച്ചർ ഓഫ് മെറൈൻ ബോണി ഫിഷ്. എ ഗ്ലോമറൽ കിഡ്നി, പ്രസൻസ് ഓഫ് സ്കെയിൽസ്, സാൾട്ട് അബ്സോർബിംഗ് ക്ലോറൈഡ് ഷെൽസ്, ഹൈപ്പോട്ടോണിക് ബോഡി ഫ്ലൂയിഡ്. സോ സാൾട്ട് അബ്സോർബിംഗ് ക്ലോറൈഡ് ഷെൽസ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് മെറൈൻ ബോണി ഫിഷസ്. സാൾട്ട് അബ്സോർബിംഗ് ഇത് ആരാ ഫീച്ചർ? അത് ഫ്രഷ് വാട്ടർ ഫിഷിന്റെ ഫീച്ചർ. ഓക്കെ. Assertion and reason. In the kidney of human, osmotic gradient of medullary interstitial fluid is unaltered. The counterflow of blood in vasa recta take place. Both water and solid absorb from the loop of Henle's. So, in kidney of human, osmotic gradient of medulla interstitial fluid is unaltered. Correct. Second option correct. So, the R is the correct explanation of A. In human, hypertonic urine is formed by juxtaglomerulus nephron. In human, hypertonic urine is formed by juxtaglomerular nephron. Loop of Henle of this nephron is long and with vasa
rectum. This is vasa rectum. Correct. So both A and R are true, and R is the correct explanation of A. Assertion and reason. In marine bony fishes, kidney do not play a role in excretion. Chloral cells on their gills help in the uptake of NaCl from the medium. Marine bony fishes. Both A and R are wrong. Marine bony fishes kidney do not play a role in the excretion. Kidney play ചെയ്യുന്നുണ്ട് റോള്. ക്ലോറൈൽ സെൽസ് അല്ലെങ്കിൽ സാൾട്ട് അബ്സോർബിംഗ് സെൽസ് എല്ലാം ഇല്ല, കാരണം അപ്ടേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മറൈന് അവിടെ കൂടുതൽ കാണും. Station mission. While going down the loop of Henle, the filtration becomes hypotonic. The descending limb of the loop of Henle impermeable to both water and electrolyte. Wrong. Both A and R are wrong. While going down the loop of Henle, the filtration becomes hypertonic. Hypertonic അല്ല തെറ്റ്. Descending limb എന്ന് താഴോട്ട് പറഞ്ഞത് തന്നെ. താഴോട്ട് വരുമ്പോൾ എന്താ അബ്സോർവ് ചെയ്യും? വാട്ടർ മാത്രമേ അബ്സോർവ് ചെയ്യൂ. പക്ഷേ ഇത് ഇവിടെ എന്ത് കൊടുത്തോണ്ട് impermeable to both water and electrolyte. അപ്പോൾ അതും തെറ്റാണ്. Secreting hypertonic urine is effective in reducing urinary loss of water. Hypertonic urine is more concentrated and higher in osmotic pressure than blood. Both A and R are wrong. Secreting hypertonic urine is effective in reducing urinary loss of water. That hypertonic urine is more concentrated and higher in osmotic pressure than blood. Match the following regarding excretory system and choose the correct one. പഠിച്ചിട്ടുണ്ട്. Podocytes എവിടെയുണ്ട്? Podocyte is present in the Bowman's capsule. So third option. Column of Bertini എവിടെയാണുള്ളത്? cortex into medulla. Brush border proximal convoluted tubule. Vasa recta counter current effect. Column of Bertini എന്താണെന്ന് പറഞ്ഞത് cortex and medulla 2 അല്ലേ? So 3 2 1 4 option 3. Match the following regarding excretory system and choose the correct one. Urochrome is a pigment, coloring pigment of urine. Ornithine cycle, urea formation in the liver. Correct. Then angiotensinogen produced by liver 4. Then concave border of kidney. ഹൈലം. ഒന്ന് കോൺവെക്സ് ഒന്ന് കോൺകേവ്. നേരത്തെ പഠിച്ചില്ല, കോർട്ടക്സ് ഒരു സൈഡ് കോൺകേവ്, ഒരു ഇത് കോൺകേവ് സൈഡിലാണ് ആര് വരുന്നത്? ഈ ഹൈലം വരുന്നത്. സോ ഇത്രയും. സോ 2 1 4 2 1 4 3 ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ ഈസ് കറക്റ്റ്. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺ. Protonephridia is present in Amphioxus. Amphioxus is a primitive animal. Metanephridia is found in earthworm. Malpighian tubules, നമുക്കറിയാം Malpighian tubule ആർക്കാണുള്ളത്? Cockroach. Annulina gland is present in prawn. So the first option is correct. Match the following regarding excretory system and choose the correct one. Column 1. Proximal convoluted tubule. Proximal convoluted tubule എന്താണ്? അങ്ങ് reabsorption of 70 to 80% of electrolyte. That is option 3. Distal convoluted tubule. Distal convoluted എന്ത് നടക്കുന്നുണ്ട്? When the concentration gradient in renal medulla. That is 5. Then Henle's loop formation of concentrated urine. Okay. Then counter current effect, vasa recta apdi irukka, maintain the concentration gradient of renal medulla. Renal corpuscles is the filter of the blood. That is option 2. Match the following regarding excretory system and choose the correct one. JG cells, that is renin, nammal already നോക്കിയതാണ്. Hypothalamus produce vasopressin. This third option. Angiotensin ഉണ്ട്, ANF ഉണ്ട്. So angiotensin it is act as a vasoconstrictor, AN is act as a vasodilator. നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ ആണ്. First option. Match the following regarding excretory system and choose the correct one. Proximal tubules എന്ത് ചെയ്യുന്നുണ്ട്? collecting duct. Proximal tubule is a simple cuboid epithelium. That is second option. Collecting duct B വരുന്നുണ്ട് simple columnar epithelium 1. Bowman's capsule simple squamous epithelium 3. Urinary bladder fourth option. Transitional epithelium. So the option is third option. So columnar epithelium ഏതിലാണുള്ളതെന്ന് നോക്കണം. That is collecting duct ഉണ്ട്. Cuboid epithelium എവിടെയാണുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രോക്സിമലിലുണ്ട്. സ്ക്വാമസ് epithelium ഏതിലാണുള്ളതെന്ന് ചോദിച്ചാൽ ബോമാൻസ് ക്യാപ്സ്യൂളിൽ. ട്രാൻസിഷണൽ epithelium എവിടെയാണുള്ളത്? യൂറിനറി ബ്ലാഡർ. സോ നമുക്ക് 4 ക്വസ്റ്റ്യൻ പഠിച്ചു നമ്മൾ.
Previous question. Uric acid is a chief nitrogenous component of excretory product of uric acid. This is the excretory product. Earthworm, cockroach, frog, man. So cockroach is the correct answer. What will happen if the such receptors of urinary bladder wall are totally removed? Totally remove, maturation will continue. Urine will continue to collect normally in the urine. Urine continues to normally collecting bladder collect out. Such receptors are there will be no maturation. Urine will not collect in the bladder. So urine will continue to collect the normal in the bladder. The previous question. A person who is long hunger strike and is survive only water will have less ammonia acid in urine, more glucose in his blood, glucose less urea in his urine, urea more sodium in the urine, less urea in his urine. Angiotensinogen no correct angiotensinogen is a protein produced and secreted by liver cells. Match the following Juxtaclomal JD cells produce renin, macula densa produce erythropoietin, endothelial cells lining the blood vessel. The net pressure gradient that casts filter out of long line valve capsule. That is 10 mm. A person is undergoing prolonged fasting. His urine will be found to containing abnormal quantities of ketones. Fat illa, amino acid illa, glucose illa, ketones. And our body fat illa, starting. Upper ketones start. Ketones start out. If Henle's loop were absent from mammalian nephron, which one of the following is to be expected? Henle's loop illa, there will be no urine formation. There will be hardly any change in the quality and quantity of urine formation. Urine will be more concentrated. Urine will be more diluted. Conversion of ammonia to urea is done by ammonia-urea converter cycle is known as ornithine cell. Concentration of urine depend upon length of the Henle's loop. Henle's loop length basically. Which one of the following is a correct regarding excretion? Excretion base is correct. Large amount of water from renal filtration is reabsorbed in the distal convoluted tubule and less amount reabsorbed in the proximal convoluted tubule. The descending limb of the Henle's loop is completely impermeable to salt. Malpighian corpuscles is found in the medullary region of kidney. The color of the urine is pale yellow and slightly alkaline nature. So which one of the following is correct regarding excretion? The descending limb of the Henle's loop is completely impermeable to salt. Descending limb is permeable water permeable salt. So the descending limb of the Henle's loop is completely permeable to water and impermeable to salt. That is ions or electrolyte. Which one of the following statement is correct with respect to salt-water balance inside the body of the living organism? When water is not available, camel do not produce urine but store urea in tissues. Salmon fish excrete lot of store salt through the cell membrane when in fresh water. Paramecium discharges concentrated salt solution by contractile vacuoles. The body fluid of freshwater animal are generally hypotonic to surrounding water. So which one of the following statement is correct? Salt-water balance. When water is not available, camel do not produce urine. Water camel urine produce urea in the tissue store. Urea is transported by transported in the plasma, blood plasma. Urea is transported by blood plasma. Enzyme released by the kidney. Kidney in the release of enzyme. Thai renin is enzyme. Excretory product of birds and insects. Bird and insect excretory product uric acid. Color of urine is yellow due to the pigment urochrome. Urochrome is a pigment gives yellow color to the urine. Which of the following is involved in the reabsorption of water in the kidney? Water like ADH, antidiuretic hormone. Okay, antidiuretic hormone is a help for the or vasopressin help for the reabsorption of water. And osmoreceptor surface water good absorb help. Glucose is mainly absorbed. Glucose everyone good absorb. Glucose absorbed in the proximal convoluted tubule, that is PCT. So it is mean for removal of excess of regulation of body temperature, killing of skin bacteria, removal of excess water. Main function is regulation of body temperature.
The basic structural unit of kidney, that is we call as a nephron. Which one is the component of your ornithine cycle? Ornithine cycle is the components. Okay. Now we know ornithine cycle okay. Ammonia is combined with carbon dioxide to form carbonyl phosphate. Carbonyl combined with ornithine combined with citrulline form of citrulline arginine. So ornithine, citrulline, arginine these are the components. Net pressure gradient that causes fluid to filter out the glomerulate into the capsule is 10 mH. In ornithine cycle, which of the following waste are removed from the body? Ornithine cycle, the waste from the body is removed. It is removed carbon dioxide and ammonia. Carbon dioxide and ammonia combine to form carbamylo. A person is undergoing prolonged fasting, his urine will be found containing abnormal quantities of ketones. Urine is concentrated in kidney. Bowman's capsule is found in Malpighian body or Malpighian capsule. ADH control water permeability of packing duct, packing tubule, distal conveyor tubule, all of this. Distal conveyor tubule. Which of the following amino acid is present in ornithine cycle? Ornithine cycle amino acid arginine and citrulline. Second option. Living means ammonia is converted into urea by ornithine cycle. Ornithine cycle remove the two waste products from the blood in the liver. Carbon dioxide and ammonia. In human body, urea is produced as an excretory product in liver. Liver urea biosynthesis that is we call as ornithine cycle. All Bowman's capsule of kidney are found in cortex region. Uricotelsum is a method of conserving. നമുക്ക് എന്ത് കൺസർവ് ആവുന്നു എന്താണ് നമുക്ക് അതുകൊണ്ട് ഉപയോഗം വാട്ടർ നമുക്ക് കൂടുതൽ കൺസർവ് ചെയ്യാൻ പറ്റും. Which of the following are uricotelic animals? Rogu and frog. Rogu fish ആണ്. Frog അറിയാം നമുക്ക് lizard and crow, camel and frog, earthworm and eagle. So the answer is lizard and crow. Uricotelic means uric acid producing animals. One of the following has nothing to do with the nitrogenous excretion. Nitrogenous excretion ഒന്നും ചെയ്യാത്ത ഒരു organ, that is called as lungs. ബാക്കി എല്ലാത്തിലും ഇൻവോൾവ് ആവുന്നു. Uremia is a disease related to failure of ADH, excess of ADH, failure of kidney, low blood pressure. നമുക്കറിയാം കിഡ്നി ഫെയിലിയർ ആകുമ്പോഴാണ് യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാതെ അത് ബ്ലഡിൽ അക്യുമുലേറ്റ് ആവാതെ കണ്ടീഷൻ ഈസ് നോൺ ആസ് യൂറീമിയ. ADH influence water permeability in distal conveyor tubule and collecting duct. So both A, B and C, that is 2 and 3. In nephron there is a complete absorption of complete absorption of glucose. Normal condition. The hormones secreted by kidney produce the hormones. Now in the erythropoietin, gastrin, digestion, secretin, aldosterone, adrenal. Enzyme secreted by kidney. Kidney produce an enzyme. The enzyme is not renin. That is renin is third one. Double N on the stomach, one N on the kidney. Due to insufficient filtration in Bowman's capsule, are all like to happen except insufficient loss of glucose through urine. Okay. Due to insufficient filtration in Bowman's capsule, all are like to happen loss of glucose through urine. Glucose urine loss of. Nephridia the hydra, leech, Malpighian tubules, cockroach, protonephridia, round worm, kidney, shark. First of is correct word. Volume of urine is regulated by urine volume regulated is regulated by aldosterone and ADH. So which one is the function of kidney? Kidney function is osmoregulation. It's the correct answer. Absorption of sodium and secretion of potassium by nephron is under the control of sodium, potassium absorb another aldosterone control. ADH water.